ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കേണ്ട പോകുന്നത് വെലോസിറ്റി വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, ഒരുപാട് ട്രെൻഡിങ് ആണ് ഈ ഒരു വെലോസിറ്റി വീഡിയോ എഡിറ്റിങ്. കോളേജ് വീഡിയോസ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ട്രെൻഡിങ് ആണിത്. സോ എന്താണ് വെലോസിറ്റി വീഡിയോ എഡിറ്റിംഗ് എന്ന് ആദ്യം ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്പീഡ്, പിന്നെ സ്ലോ മോഷൻ, പിന്നെ സ്പീഡ് മോഷൻ, പിന്നെ സ്ലോ മോഷൻ, അങ്ങനെ വരുന്ന വീഡിയോസിനെയാണ് വെലോസിറ്റി വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലൊക്കെ ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇത് വെലോസിറ്റി ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ്. ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പല ആപ്ലിക്കേഷൻസിലും എക്സ്പോർട്ടിങ് ടൈം കൂടുതലായിട്ട് എടുക്കും, അല്ലെങ്കിൽ ഫ്രെയിം ഡ്രോപ്പ് വരാൻ ചാൻസ് ഉണ്ട്, പക്ക സ്മൂത്തായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്യൂനിമേറ്റ് എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടും വെലോസിറ്റി കാര്യങ്ങൾ, അതിൽ ഒരുപാട് ഓപ്ഷൻസ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് എഫക്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. പിന്നെ പക്ക സ്മൂത്തായിട്ട് നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടിട്ടുണ്ടാകും, അത് തന്നെയാണ് സംഭവം. സോ നമുക്കെന്തായാലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾ ഫ്യൂനിമേറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എഡിറ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒരു റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ നമുക്കൊരു പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വെലോസിറ്റി ചെയ്യേണ്ട വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഈ ഒരു ആഡ് ക്ലിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു മ്യൂസിക് ആഡ് ചെയ്യണം. ആ ഒരു മ്യൂസിക്കും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വീഡിയോയിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് മ്യൂസിക് എടുക്കാനായിട്ടും പറ്റും. അതിനായിട്ട് നമുക്കിവിടെ എക്സ്ട്രാക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാനിവിടെ ഒരു മ്യൂസിക്കും കൂടി ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും മ്യൂസിക് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് ബീറ്റ് മാർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഞാനിവിടെ ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെലോസിറ്റി ചെയ്യാം. അതിനായിട്ട് നമുക്കിവിടെ ഫസ്റ്റ് ബീറ്റിലോട്ട് വരാം. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ബീറ്റ് വരുന്നത്. ഇവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കട്ട് ചെയ്താം, അതായത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലായിട്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ്, അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ ഓപ്ഷൻസ് വന്നതായിട്ട് കാണാൻ പറ്റും. അതിലായിട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വെലോസിറ്റിയിൽ തന്നെ ഒരുപാട് എഫക്ട്സ് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ പ്രിവ്യൂവിൽ കണ്ടത് നിങ്ങൾ ഈ ഒരു ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടത്. സോ ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വെലോസിറ്റി ചെയ്യാം എന്നുള്ളത് നോക്കാം. സിമ്പിളാണ്. ജസ്റ്റ് ബീറ്റ് മാർക്ക് ചെയ്ത സ്ഥലത്ത് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി. ഓക്കെ, അവിടെ ആ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് രണ്ടാമത്തെ ബീറ്റിലോട്ട് വരാം. അങ്ങനെ എല്ലാ ബീറ്റിലും പോയിട്ട് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഹോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഞാൻ എല്ലാ ബീറ്റ് മാർക്ക് ചെയ്ത സ്ഥലത്തും പോയിട്ട് ഈ ഒരു വെലോസിറ്റി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വെലോസിറ്റി എന്താണെന്നുള്ളത്. നിങ്ങൾ ആ ഒരു സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ നോക്കിക്കോ. കണ്ടോ, പക്ക സ്മൂത്തായിട്ട് തന്നെ നമുക്കിവിടെ വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്. സ്മൂത്ത് മാത്രമല്ല, നമുക്ക് ഫ്ലാഷ് എഫക്റ്റും ആ ഒരു ഷെയ്ക്കും നമുക്ക് അഡീഷണൽ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ഈസി മെത്തേഡാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ടു പ്രൈവറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അടിയിലായിട്ട് എക്സ്പോർട്ട് റെസൊല്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് അത് 4K അൾട്രാ എച്ച്ഡി, നിങ്ങൾക്ക് 4Kയിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങളുടെ ചോയ്സാണ് ഏത് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യണമെന്നുള്ളത്. അതിനുശേഷം ഫ്രെയിം റേറ്റ് ആണ് ഞാനത് എപ്പോഴും 60 FPS റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതിനുശേഷം നമുക്കിവിടെ സേവ് ടു ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ ഗാലറിയിലോട്ട് സേവ് ആയിട്ട് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എഡിറ്റേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.